എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴെ ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തണ്ട് കീഴിലേക്ക് പോവാം. യെസ്, അയ്യോ ടൈലർ ഹെഡ് ഫസ്റ്റ് വൺ. ഓ, ആവേശം കൂടി പോന്നോട്ട്. ആവേശം കൂടി, അത് മനസ്സിലായി. ഇത്രയും ആവേശം കൂടിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വിരുന്ന്. നല്ലൊരു വിരുന്നൊരുക്കാം ഈ കിഴിയിൽ. ഓക്കെ, ശരി. വിരുന്ന് സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഒക്ടോബർ 4-ന്. അതായത് നാളെ സിംപ്ലി സൗത്തിൽ ഇത് സ്ട്രീമിംഗ് തുടങ്ങും. ഓക്കെ. അർജുൻ സർജ നായകനായ സിനിമയാണ്. കണ്ണൻ താമരക്കുളം ആളാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. യെസ്. അടുത്തത് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. മാർക്കോ സിനിമയെ കുറിച്ച് ജഗദീഷ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആള് പറഞ്ഞത് ഇതുവരെ ചെയ്തതിനകത്ത് കള്ളു കുടിക്കുന്ന മദ്യപിക്കുന്ന ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ ചിലപ്പോൾ എന്നെ തല്ലിക്കൊല്ലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പേടിയാണെന്നാ പറഞ്ഞത്. ആൾക്ക് പേടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കുമ്പോ ആൾക്കാർ ഇത് സ്വീകരിക്കുന്ന രീതിയിലേ അത് പേടിയാണെന്ന് പേടി ഉണ്ടാവാം. മാർക്കോ ടീം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല UA സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ, അതായത് വയലൻസിന്റെ അങ്ങേ കളിയാണ് കളിക്കുന്നത്. വയലൻസിന്റെ അങ്ങേ തല അപ്പുറത്തുള്ള കളി. ഇവര് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു സിനിമ ചെയ്യണം, അത്രേ ഉള്ളൂ. എന്നാ ശരി. ഇത് സന്തോഷം നൽകുന്ന ഒരു കിഴിയായിരുന്നു ആർക്ക്? ഞങ്ങൾ വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക്. അതെ, തീർച്ചയായിട്ടും. സിനിമയിൽ മാത്രം കേട്ടോ വയലൻസ് ഇഷ്ടപ്പെടുന്നത്. പുറത്തും കാണും വയലൻസിനെ അടിച്ച് മൂക്കാവണ്ട വിളിക്കുന്നു. ചെയ്തിട്ടുണ്ട് 5 വർഷം ചെയ്തിട്ടുണ്ടാ. ഞാൻ വിചാരിച്ചു ദൈവം ഇത് വേറെന്തെങ്കിലും പറഞ്ഞു പോകണല്ലോ. ഓക്കെ, അടുത്ത കിഴി. ശ്രീകാന്ത് ഒഡേല നാനി മൂവി. സിനിമയില് മ്യൂസിക് ചെയ്യുന്നത് അനിരുദ്ധായിരിക്കും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് റൂമേഴ്സ്. ഞാൻ നേരത്തെ ഈ പറഞ്ഞതിനകത്ത് പോലീസിലാന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണ് ഞാൻ ആലോചിക്കണം നീ പോലീസായിരുന്നല്ലോ അല്ലേ. ഞാനെന്ന് മറന്നു. ഞാനത് പണ്ടേ മറന്നിട്ടുണ്ട്. ഞാൻ ലീവ് കിട്ടിയപ്പോ ആദ്യം ചെയ്ത സംഭവം എന്താണെന്നറിയോ? എന്റെ ഫോണ് സൈലന്റ് ആക്കി എന്നുള്ളതാണ്. അതുവരെ അത് പറ്റില്ലല്ലോ. അതുവരെ അത് പറ്റില്ല. കാരണം ഫോൺ അടിക്കുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു ടെൻഷൻ ഉണ്ട്. എന്താണോ പുതിയ കേസ്. അത് മാറിയിട്ട് സൈലന്റ് ആക്കിയിട്ട് ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നു. അടുത്തത് ഗുമസ്തൻ സിനിമയുടെ കന്നഡ ഡിസ്ട്രിബ്യൂഷൻ രാജ് ബി ഷെട്ടി കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ആളല്ലെങ്കിലും നല്ല സിനിമകളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. നല്ല പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിനിമ കൊണ്ടുപോയിട്ടുണ്ടാവുക. ഓക്കെ, അടുത്ത കിഴി ബാരോസ്. സ്ക്രീനിങ് നടന്നിട്ടുണ്ട് മുംബൈയിൽ PVR സ്റ്റുഡിയോയിൽ. അതിൻ്റെ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. എന്തായാലും ഉടനടി സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തും. അതായത് ഫുൾ ടീമുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ. ഒരു സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞത്. യെസ്. അപ്പം ക്രിസ്മസിന് ഉണ്ടാവുമായിരിക്കും മിക്കവാറും. ടെൻഷനാണോ. അടുത്തത് അമരൻ. നിയോഗാണ്. ഞാൻ നിന്റെ അത് കിട്ടാൻ വേണ്ടിട്ട് കുറച്ചു നേരം നോക്കി. എഴുതുന്ന സമയത്ത് അമീബയായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കി, ഞാൻ തൊട്ട് നോക്കി. അപ്പൊ അവൻ പറയണേ രൂപൊക്കെ അങ്ങനെ തന്നെ, ഞാൻ തന്നെയാണോ അജിനേഷ് തന്നെയാണോ. കഴിക്കൊന്നുമില്ല. പോസ്റ്റർ കണ്ടടാ, കുട്ടീനെ കണ്ടു. സൂപ്പർ, എന്താ രസം. സെക്കൻഡ് സിംഗിളിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് 4-ാം തീയതി, അതായത് നാളെയാണ് വരുന്നത്. GVPന്റെ 700ാമത്തെ സോങ് ആണ് കേട്ടോ. ഹേയ് മിന്നലേ. ഓക്കെ, മിന്നലേ മിന്നലേ താഴെ വരൂ. ഓക്കെ, അത് തന്നെയല്ലേ? അത് തന്നെയല്ല. ഓക്കെ, അടുത്ത കിഴി. അത് മിന്നല തന്നെയാ, തന്നല്ല. ഓക്കെ, തന്നല്ലേ? തന്നുന്നില്ല. ഹിറ്റ് 3 നമ്മുടെ ശ്രീനിധി ഷെട്ടി ഓൺ ബോർഡ് ആയിട്ടുണ്ട്. നാനിയുടെ അടുത്ത സിനിമ വീണ്ടും എനിക്ക് കിട്ടിയിരിക്കുന്നു. ശ്രീനിധി ഷെട്ടി കൊള്ളാം. അടുത്ത് പോരട്ടെ. ഇപ്പൊ തരുമല്ലോ. ബോഗെയിൻ വില്ല സിനിമയുടെ ലിറിക്കൽ വീഡിയോ വരുന്നുണ്ട്. മറവികളെ മറക്കും 6 മണിക്ക്. അതുകൊണ്ടാണ് മറന്നത്. എന്താ വരുന്നത് ആൾ മറന്നുപോയി. ഇതിന്റെ സിനോപ്സിസ് ഒക്കെ വന്നിട്ടുണ്ട്, പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് വിനോദയാത്രയ്ക്ക് പോകുന്ന ആളുകളെ മിസ്സാവുന്നു. അതിന് ഒരു ഫാമിലിയാണ് അതിന്റെ കാരണക്കാര് എന്നുള്ളത് ന്യൂസ് വരുന്നു. പോലീസുകാർ അവരുടെ പുറകെ സഞ്ചരിക്കുന്നു. എന്താണെങ്കിൽ വേറിട്ട രീതിയിലുള്ള ഒരു സാധനമാണെന്നാണ് കേൾക്കുന്നത് കേട്ടോ. കേട്ടപ്പോഴും തോന്നിയത് അങ്ങനെ. അതെ. അടുത്തത് ദേവര.
ദേവരാജ് സിനിമയുടെ നിയോഗം 5 ദിവസത്തെ കളക്ഷൻ. അത് നിയോഗമാണ്. ഇതിന്റെ അതായത് എന്നിൽ മാത്രം എഴുതപ്പെട്ട നിയോഗമാണ്. ഞാനാണല്ലോ ഈ സിനിമ കണ്ടത്, ഇതിന്റെ റിവ്യൂ ചെയ്തത്. അപ്പൊ ഇതിന്റെ കളക്ഷൻ പറയേണ്ടത് ഞാൻ തന്നെയാണ്. അത് അവിടെ അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്, റഫത്ത് ദേവര എഴുതിട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും 5 ദിവസത്തെ കളക്ഷൻ, അതായത് ഇവര് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടതല്ല, അല്ലാതെ ശരിക്കും ഇതിന് എത്ര കിട്ടിയെന്നുള്ളത് 290. ഇപ്പൊ 6 ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് 394 അവർ ഒഫീഷ്യലി പുറത്തിട്ടിരിക്കുന്നത്. അവർ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട പോസ്റ്റർ അതാണ്. യെസ്. എന്താണെങ്കിലും അടുത്തത് കാണാം. ആലപ്പുഴ ജിംഖാന സിനിമയുടെ മോഷൻ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മേക്കിംഗ് വീഡിയോ കാണാം. എനിക്ക് ആ തണ്ണീർമത്തം ദിനങ്ങളിലെ പയ്യനെ ആ പയ്യനെ മറന്നേക്ക്. ആളെന്നല്ല ഇനി ഇപ്പൊ പുതിയ ആള്. ഓ കേട്ടോ മോനെ, ഈ വീഡിയോ പുറത്തുവിട്ട നന്നായിട്ടോ. അതെ, ചെറുക്കനങ്ങളൊക്കെ എന്താണെന്ന് കരുതിയത്? വെറും പ്രേമിച്ചടക്കുന്ന ഒരു പയ്യനായി മാത്രം കാണുള്ളൂ എന്ന് കരുതിയോ? ആ പയ്യന്റെ മുഖത്തുണ്ടായിരുന്ന നിഷ്കളങ്കതയൊക്കെ മാറിയിട്ടോ. ഇനിയിപ്പോ നിഷ്കളങ്കമായ ഒരു ക്യാരക്ടർ വരുമ്പോഴേക്കും പെട്ടുപോകല്ലോ. അപ്പോഴായിരിക്കും വിഷമിക്കുക ഡയറക്ടേഴ്സ്. അല്ല, ഇത് ഇങ്ങനെ പുറത്തുവിട്ട് നന്നായി എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ചിലയിടങ്ങളിൽ ചില എഴുത്ത് കണ്ടു, അതായത് കയറ്റി കൊടുത്തിട്ടില്ലേ, ബോഡി ഒന്നും ഇത്ര ഇല്ല എന്നുള്ള രീതിയിലാണ്. അതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇന്നതിന് വേണ്ടി വേണം ചെയ്യണം എന്ന് വിചാരിച്ചാൽ ആയിരിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. പണിയെടുത്താൽ പിന്നെന്താ, തീർച്ചയായിട്ടും പണിയെടുക്കാതെ AI കൊണ്ട് ജീവിക്കുന്ന കുറെ പേരുണ്ട്. അത് വിട്, അതല്ല ഇത്. അതെ, ഇത് ഒറിജിനൽ സാധനം. എന്തായാലും അത് സിനിമയിലും കാണാൻ പറ്റുമല്ലോ. പിന്നെന്താ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്ററിൽ ഇങ്ങനെ ഒരു ബോഡി ഇവര് നമ്മുടെ മുന്നിലേക്ക് തരുന്നു, ശേഷം സിനിമയിൽ ഇല്ലെങ്കിൽ വിമർശിക്കപ്പെടും. പിന്നെ ഉറപ്പല്ലേ, അത് ആളൊക്കെ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത രീതി. ഓ പോന്നോട്ടെ. എന്തൊരു സൗണ്ട്? കാട് വെട്ടുന്നുണ്ട്. അതാണോ? ഞാൻ വലിയ വണ്ട് വന്ന എറിഞ്ഞിടറാ അവനെ. ഓക്കെ, അടുത്ത കിഴി. ലാലേട്ടൻ, ധ്രുവ് വിക്രം, അൻവർ റഷീദ് മൂവി. ലൈക്ക പ്രൊഡക്ഷൻസ്. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന സിനിമ നമ്മുടെ അൻവർ റഷീദ് സിനിമ സംവിധാനം ചെയ്യുമെന്നുള്ളതും, പിന്നെ ലാലേട്ടനും ധ്രുവ് വിക്രമും ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിലും റൂമേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ആ സൈൻ ചെയ്താണോ സംശയം? ഇതാണ്. അല്ലല്ല, അത് സൈൻ ചെയ്തത് വേറെ, ഹോംബാലെ ഫിലിംസിന്റെ. ഹോംബാലേന്റെ അല്ലല്ലോ? അല്ല, ഹോംബാലെ ഫിലിംസിനൊരു സൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഏതായിരുന്നു അറിയോ? പക്ഷെ മറന്നല്ലോ. അല്ലേ, അത് വൃഷഭയല്ലേ? അല്ലേ, ഹോംബാലെ ഫിലിംസിന്റെ മറ്റേതേ. ഓ എടാ, ഇതിന്റെ 2ാം ഭാഗമല്ലേ? ഏത്? നമ്മുടെ പ്രഭാസിന്റെ സലാർ 2. അത് തന്നെ, അത് ചാൻസ് ഉണ്ട്, പറയുന്നുണ്ട്. ഇത് ഇന്നലെ പറഞ്ഞ ഞാൻ കാന്താരയ്ക്ക് വേണ്ടിയിട്ട് സൈൻ ചെയ്തു, ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഒരു സൈൻ പോയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? ഹോംബാലെ ഫിലിംസ് കാന്താര 2. ഹോംബാലെ ഫിലിംസ് അല്ലേ കാന്താര? പോടാ. കാന്താര ഹോംബാലെ ഫിലിംസിന്റെ വമ്പൻ സാധനല്ലേ? ആണോ? എന്നായിരിക്കും, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നീ ആ മറ്റേ കീഴെടുത്താണ് നിനക്ക് പ്രശ്നമായത്. അത് നീ മറന്നുപോയോ? പേര് മറന്നുപോയോ സിനിമേന്റെ? അല്ലേ, അതായത് ആ വരിയിലാണല്ലോ അല്ലേ, പെട്ടെന്ന് അങ്ങനെ പറയുമ്പോ അവർക്ക് പിടിയിട്ടില്ലെങ്കിലോ അവരും മറന്നു പോയിട്ടുണ്ടാവും ചിലപ്പോ. കുറച്ച് മുൻപ് അവരും മറന്നു പോയിട്ടുണ്ടാവും ചിലപ്പോ. അതെന്ന് ശരിയാണല്ലോ, അവരും കണ്ടതാണ്. മറവികളെ നിങ്ങളും കണ്ടല്ലോ അല്ലേ? അടുത്തെന്താ? ബ്രഹ്മയുഗം. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. അത് കറക്റ്റാന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹൊറർ മൂവീസിൽ 2ാം സ്ഥാനത്ത്. ഓ മൈ ഗോഡ്, ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് മമ്മൂട്ടി. സായിപ്പന്മാരെ വരെ ഞെട്ടിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, ചാത്തന്മാര്. അല്ല, നമുക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി. അല്ല, അന്തസ്സായിട്ട് ആ പറഞ്ഞ ആളെ മുഖത്ത് നോക്കി വിളിക്കണം, മെഗാസ്റ്റാർ മമ്മൂട്ടി. നമുക്കെന്നും മെഗാസ്റ്റാർ അത് മമ്മൂട്ടി ഉള്ളു കേട്ടോ. തീർച്ചയായിട്ടും. ചിരഞ്ജീവി എന്നും നമുക്ക് റീമേക്ക് സ്റ്റാർ ആണ്.
നമ്മൾ ആ വീഡിയോ ചെയ്തതിന്റെ അടിയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഈ മുഖത്ത് ഒരു റിയാക്ഷനും വരാത്ത ആളെയാണ് മെഗാസ്റ്റാർ എന്നൊക്കെ വിളിക്കാന്ന്. അല്ല അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. എനിക്ക് ആ അഭിപ്രായത്തോട് എനിക്ക് നല്ല യോജിപ്പുണ്ട്. അല്ല നമ്മള് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എന്താണ് ആളെ കുറിച്ച് ഇനി പറയും. സോറി 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 ഞാൻ പറയില്ല. മറവികളെ എടുത്തതുകൊണ്ട് അത് മറന്നുപോയതാണ്. അതായത് നമ്മുടെ വയനാട് ദുരന്തം അതിന്റെ ഭാഗമായിട്ട് 2 കോടിയല്ലേ എടുത്ത്, 1 കോടി മറവികളെ ഇവിടെ മറവികളെ ഓക്കെ. എന്തായാലും നമ്മുടെ അന്ന് നമ്മൾ എടുത്ത ഒരു സത്യം ഉണ്ടായിരുന്നു, ഇനി സിനിമയുടെ പേരിലല്ലാതെ ആളെ വെറുതെ ട്രോളിലാണ്. സിനിമയുടെ പേര് തന്നെയല്ലേ പറയണത്. പക്ഷെ എങ്കിലും നമ്മള് അതായത് ആള് നല്ല കഴിവുള്ള നടനാണ്. ഇപ്പൊ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇപ്പൊ ചില പ്രശ്നങ്ങളുണ്ട്. ആള് മറ്റേ ഇതിലൊക്കെ വേൾഡ് റെക്കോർഡിലൊക്കെ വന്ന കേട്ടോ, ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് ഡാൻസ് കളിച്ചത്. ചെറിയ ചില്ലറ ആളൊന്നും അല്ല. അവിടെയും മെഗാസ്റ്റാർ തന്നെയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ മാത്രം എനിക്ക് ചെറുതായിട്ടൊരു ഓക്കെ. അടുത്ത കിഴി വേഫർ ഫിലിംസ് പ്രൊഡക്ഷൻ നമ്പർ 7 നെസ്ലൻ മൂവി. നെസ്ലൻ തകർക്കാണ്, എല്ലായിടത്തും ഉണ്ട് ചെറിയാൻ. ആളുടെ കൂടെ ഈ സിനിമയിൽ വമ്പൻ കാമിയോസ് ആണ് പറയുന്നത് കേട്ടോ. ദുൽഖർ സൽമാൻ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്, ടൊവിനോ തോമസ് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് എന്താണ്ട് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ആസിഫ് അലി ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ എന്തായിട്ടൊക്കെയാണോ വരുന്നത്? എന്താണ് അവരെ സിനിമാ താരങ്ങൾ തന്നെ ആയിട്ടാണ് വരുവാണോ? 3 പേരും. അത് ശരിയാട്ടോ. ചെക്കൻ വല്ല സിനിമേന്റെ പരിപാടികളൊക്കെ നടക്കുന്ന ആളാണെങ്കിലോ, അങ്ങനത്തെ ഒരു കഥയാണെങ്കിലോ ചിലപ്പം. ബസൂക്ക സിനിമയുടെ ബാലൻസ് ഷൂട്ട് ഉണ്ടായിരുന്നു, തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. യെസ്. അപ്പം ബസൂക്ക തീർന്നിട്ടുണ്ട്. അടുത്ത വർഷം ജനുവരിയിൽ സാധനം എത്താൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ വർഷം അത് പ്രതീക്ഷിച്ചിരിക്കണ്ട എന്നാണ് കേട്ടറിവുകൾ. ഇല്ല, ഇനി ഒരൊറ്റ സിനിമയുള്ളൂ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. യെസ്. ഓക്കെ, അടുത്ത കിഴി. ഓ മോനെ, ഇന്ത്യൻ 3 വളരെ നല്ലൊരു തീരുമാനമായിട്ടത്. ഇന്ത്യൻ 3 ഡയറക്റ്റ് OTT-യിലേക്ക് കൊടുക്കാൻ പോവുകയാണെന്നുള്ളതാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പൈസ കിട്ടും. ചർച്ച നടന്നുകൊണ്ടിരിക്കേണ്ടത് നെറ്റ്ഫ്ലിക്സുമായിട്ടാണ്. കാരണം ഫസ്റ്റ് സെക്കൻഡും അവർ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അല്ല, എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് അമ്മാതിരി ഒരു ഹൈപ്പുള്ള സിനിമയായിരുന്നു, അതുകൊണ്ട് 150 കയറി. അതെ. പക്ഷെ ഇനി എന്തായാലും ആ ഒരു കാരണം കൊണ്ട് ഇതിന്റെ 3-ാം ഭാഗത്തിന് ആരെങ്കിലും വെയിറ്റ് ചെയ്യും? അല്ലെങ്കിൽ അത് അത്ര ധൈര്യത്തിൽ തന്നെ ഇറക്കണം. അതായത് അത് 3 ഇറങ്ങി ഇതിനേക്കാളും ഗംഭീരമാകും എന്നുള്ള ധൈര്യത്തിൽ ആള് കേറും, പിന്നീട് പറഞ്ഞു കേട്ടെങ്കിലും കേറും എന്നുള്ള ധൈര്യത്തിൽ എടുക്കണം. അത് അത്രയ്ക്ക് ധൈര്യം അവർക്ക് ഉണ്ടാവാൻ തോന്നുന്നില്ല. കാരണം കൂടെ ചെയ്തതാണ്. അതെ, രണ്ടും ഒരുമിച്ച് ചെയ്തതും കൂടിയാണ്. ഈ ട്രോളൊക്കെ വന്നതിന് ശേഷമാണ് ഇതിന്റെ ഷൂട്ട് നടക്കുന്നത്, പലതും മാറ്റിയാണ്. അടുത്തത് ദളപതി 69 കാസ്റ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഇന്നുകൂടി ഒരെണ്ണം കൂടി വന്നു. 4ാമത്തെ ഇന്ന് വന്നു, ഇനി ഒന്നും കൂടി വരാണ്ട് വൈകുന്നേരത്തേക്ക് കേട്ടോ. എന്താണെങ്കിലും ഇതുവരെ വന്നിട്ടുള്ളത് ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, മമിത ബൈജു, ഗൗതം മേനോൻ, അങ്ങനെ 4 പേര്. പ്രകാശ് രാജ്, ഗൗതം മേനോനെ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. കാരണം ബാക്കി 3 എണ്ണം കറക്റ്റ് ആയിരുന്നു പ്രഡിക്ഷൻ. 3 എണ്ണം ഇതിന് മുന്നേ ഉള്ള 3 എണ്ണം പ്രഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു. അപ്പൊ 4ാമത് അവര് കൊടുത്തിരുന്ന ക്യാപ്ഷൻ വരാതാ. ഇതുവരെ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്, ഇനി തരാൻ പോണത് സർപ്രൈസ് ആണെന്ന് പറഞ്ഞത്. സർപ്രൈസ് തന്നെയായിരുന്നു കേട്ടോ ഗൗതം മേനോൻ. പക്ഷേ ലിയോയില് ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു സിനിമേൻ്റെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നിയത് കേട്ടോ, അതായത് ഈ ഒരു കാസ്റ്റിംഗ് അത്ര പെർഫെക്റ്റ് എന്ന് പറയാൻ തോന്നുന്നേ ഇല്ല, ഫീല് തോന്നുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച ആളല്ല, വേറൊരാളാണ്, അതൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇട്ട ഒരു വീഡിയോ ഉണ്ട്, കൗണ്ട് ഡൗൺ വീഡിയോ. അതിന് താഴെ വന്ന കമന്റ്സിൽ പലരും സമന്തയാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എത്രയോ പേര്. അത് എന്താ അറിയോ, സമന്തനെ പറയുന്നു, നമ്മുടെ എസ് ജെ സൂര്യ, ലാലേട്ടൻ, പിന്നെ വിജയ് സേതുപതി, അങ്ങനെ കുറേ ആൾക്കാരുടെ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് എന്തുകൊണ്ടാണെന്നറിയോ, ഇതാണ് കാരണം. ഒന്ന്, പൂജ ഓക്കെ എല്ലാവർക്കും, ബിഗില് നമ്മൾ എല്ലാരും കണ്ടതാണ്. ബിഗിലല്ല, ബീസ്റ്റ്. സോറി, ബീസ്റ്റ്, പേര് മാറിപ്പോയത്, മറവികളെ. ഇന്ന്
അത് എടുത്ത് കഴിഞ്ഞപ്പോ മുതലുള്ള ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനുശേഷം എടുക്കുന്ന ഒക്കെ മറന്നുപോയി. അതെ, ബട്ടർഫ്ലൈ എഫക്റ്റ് വല്ലാത്തൊരു എഫക്റ്റ്. ബൊഗൈൻവില്ല അങ്ങനത്തെ ഒരു സിനിമയാണോ? പറയാൻ പറ്റില്ല. മൊത്തത്തിൽ കിളി വറുത്തോ? എനിക്ക് നിന്നെ സംശയമുണ്ട് എനിക്ക്. അതെന്താ? എന്തെങ്കിലും റോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട് മൊത്തം അറിഞ്ഞു വന്നിട്ടേ അതിവിടെ പ്രാവർത്തികമാക്കുന്ന സംശയം എനിക്കുണ്ട്. സംശയം അവിടെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. പൂജാഹിന്റെ ആളുടെ കാസ്റ്റിംഗ് നമ്മൾ ആൾറെഡി ബേസിൽ കണ്ടതാണ്. അപ്പോൾ അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ ഒരു കെമിസ്ട്രി വർക്ക് ആയതല്ല. പിന്നെ ഇപ്പോൾ ഗൗതം മേനോൻ ലിയോയിൽ നമ്മൾ ആൾറെഡി കണ്ടതാണ്. പിന്നെ ബോബി ഡിയോള് ഓൾറെഡി കുറേ വില്ലമേഷൻ ചെയ്തു വരികയാണ്. പിന്നെ ആരാണ്? പിന്നെ മാത്രമാണ് ഒരു ഇതിനകത്തൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞ കാസ്റ്റിംഗിൽ വന്നിട്ടുള്ള മമിത ബൈജുവിന് മാത്രമേ ഉള്ളൂ. മറ്റതൊക്കെ നമ്മൾ കണ്ട് അത് ഒരുമിച്ച് തന്നെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ആളുടെ ഇപ്പം ബോബിഡിയോളുടെ സെപ്പറേറ്റ് വില്ലൻ വേഷം കുറെ കണ്ടു ഇപ്പം. അപ്പൊ അതുകൊണ്ടൊരു ഫ്രഷ്നെസ് തോന്നിയിട്ടില്ല. ആകെ ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നിയത് മമിത ബൈജുവിന്റെ കാസ്റ്റിംഗ് ആണ്. ഇനി ഒരാളും കൂടി വരാനുണ്ട്, അതാരാണെന്ന് വൈകിട്ട് അറിയാം. പ്രിയമണി ആയിരിക്കാം, ചിലപ്പോൾ പ്രിയാമണി ആയിരിക്കാം, അല്ലെങ്കിൽ മഞ്ജു വാര്യർ ആയിരിക്കാം, ആരാന്ന് അറിഞ്ഞുകൂടാ. യെസ്, അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. തീർന്നോ? കെട്ടിപ്പൂട്ടി വെച്ചിട്ടാണോ നീ തീർന്നോന്ന് ചോദിക്കുന്നത്? അല്ല, ഞാൻ ഉറപ്പിച്ചതാണ്. നിന്റെ ആ എഫക്റ്റ് പോയിട്ടുണ്ടോ മറവികള്.